നമസ്കാരം. ക്ഷേത്ര ഫണ്ടുകൾ ഉപയോഗിച്ച് മറ്റ് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ ഹിന്ദു ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള ഏതാണ്ട് 246 കോടി രൂപയുടെ പദ്ധതികൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഈ പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകിയത് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാലിൻ സർക്കാരായിരുന്നു. സ്റ്റാലിൻ സർക്കാരിൻ്റെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ പ്രസിദ്ധമാണ്. ക്ഷേത്രങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഹിന്ദു മതസ്ഥാപനങ്ങൾക്കെതിരെയുമൊക്കെ ശക്തമായ ചില നിലപാടുകൾ നേരത്തെ ഈ സ്റ്റാലിൻ സർക്കാർ സ്വീകരിച്ചിരുന്നു. ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് മറ്റ് തരത്തിലുള്ള പദ്ധതികൾ അത് നിർവഹിക്കുന്നു അല്ലെങ്കിൽ പദ്ധതികൾ നടത്തുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ സ്റ്റാലിൻ സർക്കാരിൻ്റെ മേലുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ മാറി വിജയ് സർക്കാർ അവിടെ വരുമ്പോൾ ഈ പദ്ധതികൾ എതിരെ നിലപാടെടുക്കുകയാണ്. ഈ പദ്ധതികളെല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് വിജയ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 115.77 കോടി രൂപയുടെ 29 വിവാഹ മണ്ഡപങ്ങളുടെ നിർമ്മാണം, 130.08 കോടി രൂപയുടെ 17 വാണിജ്യ സമുച്ചയങ്ങളുടെ നിർമ്മാണം, ഈ പദ്ധതികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ, അതായത് തമിഴ്നാട് സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത്, റദ്ദാക്കിയിരിക്കുന്നത്. ഈ പദ്ധതികൾക്കുള്ള ഭരണാനുമതിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ഇതെല്ലാം ക്ഷേത്രങ്ങളുടെ സർക്കാർ അധീനതയിലുള്ള ക്ഷേത്രങ്ങളുടെ കീഴിലുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തുന്നത്. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഈ ദേവസ്വം ബോർഡുകൾക്ക് സമാനമായ ഒരു സംവിധാനമാണ്. ഈ സംവിധാനമാണ് അല്ലെങ്കിൽ ആ വകുപ്പാണ് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഭരിക്കുന്നത്. ക്ഷേത്ര സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും മറ്റും നേരത്തെ തന്നെ ഉണ്ട്. ഈ നിലയ്ക്കാണ് ഇപ്പോൾ 246 കോടി രൂപയുടെ പദ്ധതികൾ വിജയ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിന് വിജയ് സർക്കാർ പറയുന്ന ന്യായീകരണം എന്നത് ക്ഷേത്രങ്ങളുടെ ഫണ്ട് അത് ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ്. ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ, അവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കൽ, ഹിന്ദുക്കളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കൽ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും ആഡംബര പദ്ധതികളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ പദ്ധതികളുമൊന്നും ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ടതില്ല എന്നുമാണ് ഇപ്പോൾ വിജയ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിന് അനുകൂലമായും പ്രതികൂലമായും തമിഴ്നാട്ടിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഇത്തരത്തിൽ അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. കല്യാണ മണ്ഡപങ്ങളും അതുപോലെ തന്നെ വാണിജ്യ സമുച്ചയങ്ങളും എല്ലാം ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുക, ഈ നിർമ്മാണ പ്രവർത്തനത്തിനിടെ വൻതോതിൽ അഴിമതി നടത്തുക, അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഫണ്ട് കൈയിട്ട് വാരുക, ഇങ്ങനെയുള്ള പല പരിപാടികളും തമിഴ്നാട്ടിൽ ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾക്കെതിരെ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ തന്നെ ഒരു വിഭാഗം സംഘടനകൾ എതിരായിരുന്നു. ക്ഷേത്ര ഫണ്ട് ഇത്തരം പദ്ധതികൾക്ക് ഉപയോഗിക്കരുത് എന്നവർ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ജോസഫ് വിജയിൻ്റെ സർക്കാർ ഇപ്പോൾ 246 കോടി രൂപയുടെ പദ്ധതികൾ റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ റദ്ദാക്കിയ തീരുമാനത്തിനെതിരെയും ചില അഭിപ്രായങ്ങൾ തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട്. അതായത് ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ വിവാഹ മണ്ഡപങ്ങൾ അതുപോലെ തന്നെ ഈ വാണിജ്യ സമുച്ചയങ്ങൾ ഇതെല്ലാം നിർമ്മിക്കുന്നത് അതാത് ക്ഷേത്രത്തിൻ്റെ ഏത് ക്ഷേത്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണോ നിർമ്മിക്കുന്നത് അതാത് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോവ്മെൻറ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള മണ്ഡപങ്ങളായിരിക്കും, ആസ്തികളായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വരുമാനം ജനറേറ്റ് ചെയ്യുന്നതാണ്. അതായത് വിവാഹ മണ്ഡപങ്ങൾ തുടർച്ചയായി വരുമാനം നൽകുന്നവയാണ്. അതുപോലെ തന്നെയാണ് വാണിജ്യ സമുച്ചയങ്ങളും. ഈ വരുമാനങ്ങൾ പോകുന്നത് നേരെ ക്ഷേത്രത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ദീർഘകാലം വരുമാനം ഉറപ്പിക്കുന്ന പദ്ധതികളായിരുന്നു. ആ പദ്ധതികളാണ് റദ്ദാക്കപ്പെട്ടത്. അത് ഹിന്ദു വിരുദ്ധമാണ് എന്ന് ഈ പദ്ധതികളെ അല്ലെങ്കിൽ ഈ പദ്ധതി റദ്ദാക്കിയതിനെ എതിർക്കുന്ന ഒരു വിഭാഗവും പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ ഒരു ഫണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ മറ്റ് ചില പദ്ധതികൾ നടപ്പിലാക്കുകയല്ല, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. വാണിജ്യ സമുച്ചയങ്ങളും അതുപോലെ തന്നെ വിവാഹ മണ്ഡപങ്ങളുമെല്ലാം ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലായതിനാൽ അതിനെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ പദ്ധതികളെല്ലാം
ക്ഷേത്രത്തിന് ദീർഘകാല റവന്യൂ അല്ലെങ്കിൽ ദീർഘകാല വരുമാനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ റദ്ദാക്കിയതിനോട് പൊതുവെ ജനങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇത്തരം പദ്ധതികളുടെ മറവിൽ കമ്മീഷനും അതുപോലെ തന്നെ മറ്റ് ചില അഴിമതിയും ഒക്കെ നടന്നിരുന്നു. അത്തരം അഴിമതികൾ ഇല്ലാതാക്കിക്കൊണ്ട് അഴിമതിരഹിതമായി ക്ഷേത്രങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കത്തക്ക രീതിയിൽ പദ്ധതികൾ നടപ്പാക്കാമായിരുന്നു. പക്ഷേ വിജയ് സർക്കാർ ഈ 246 കോടി രൂപയുടെയും പദ്ധതികൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ തുക എന്തിനാണ് ഉപയോഗിക്കുക, ഇതെവിടേക്കാണ് പോവുക, എവിടെ സൂക്ഷിക്കും എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും സർക്കാർ വെളിപ്പെടുത്തേണ്ടതുമാണ്.